ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞ ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡ് എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ശരിക്കും പറഞ്ഞ അവസാനത്തെ എപ്പിസോഡല്ലേ ഇന്നത്തെ എപ്പിസോഡ്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുകയായിരുന്നു കഴിഞ്ഞ 2023 എത്രയോ എപ്പിസോഡുകൾ അതിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോയി. എത്രയോ സ്പോൺസേഴ്സ് ആണിത് സ്പോൺസർ ചെയ്തത്. എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല എനിക്ക്. കർത്താവ് വാരിക്കോരി നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം നിങ്ങൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നത് ആരും കേൾക്കില്ലായിരുന്നു. അത് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിത് കാണാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സ്പോൺസേഴ്സിനോടൊക്കെ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഒന്ന് അനുഗ്രഹിക്കുക. സാധിക്കുമെങ്കിൽ അടുത്തൊരു വർഷം ഏതെങ്കിലുമൊക്കെ ദിവസത്തിൽ സ്പോൺസർ ചെയ്യാനായിട്ട് കർത്താവെ എന്നെ ബലപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ഒരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയുക, സങ്കീർത്തനം 103 വചനാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കഴിഞ്ഞ 365 ദിവസങ്ങളിൽ കർത്താവ് നടത്തിയ വിധങ്ങൾ, വഴികൾ, ഉപകാരങ്ങൾ എത്ര വലുതാണ്, ചിന്തിച്ചു കൂട്ടാൻ പറ്റാത്തതാണ്. നമ്മൾ എടുത്തു വലിച്ചു വിട്ട ശ്വാസം അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് എത്ര ഫ്രീ ആയിട്ട്, അങ്ങനെ തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. അതുകൂടാതെ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്, വീഴ്ചയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്, കണ്ണുനീരിൽ നിന്ന് നമ്മളെ വിടിവിച്ചെടുത്തത്, പലപ്പോഴും പലതിൻ്റെയും നടുവിൽ നമ്മളെ ജയത്തോടെ നടത്തിയത്, നമ്മുടെയൊക്കെ ഒരു സാക്ഷ്യം നൽകിയത്, നമ്മുടെ വായിൽ പുതിയ പാട്ട് നൽകിയത്. എൻ്റെ കർത്താവെ, എങ്ങനെ നന്ദി പറയാതിരിക്കുക. അല്പനിമിഷം കൈയൊന്ന് ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞേ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഈ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ കർത്താവെ, ഞങ്ങൾക്കൊന്നും പറയാനില്ല കർത്താവെ, നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല കർത്താവെ. ഹല്ലേലൂയ. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു അവസാനത്തെ ദിവസങ്ങളിലേക്കാണ്. ഞങ്ങൾ പല ആളുകളും നേരത്തെ തുടങ്ങി ഉപവാസം. അവസാനത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നും രാവിലെയും വൈകിട്ടും ഒക്കെ സെഷൻസ് ഉണ്ട്. കൊച്ചിയിലുള്ള നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൂടാതെ നിങ്ങളെ ഓരോരുത്തരും ലൈവിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലും നാളെ രാവിലെ പ്രത്യേകിച്ച് ആരാധന നടക്കുന്നുണ്ട്. 9:45 ആരാധന തുടങ്ങുന്നു. 10 മണിക്ക് ലൈവായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. എന്നാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ആരാധനയും ഇതുപോലെ 7:45 തുടങ്ങിയാണ്. അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പറയുന്നു. പക്ഷെ നാളെ വൈകിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സർവീസ് നടക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്ന നമ്മുടെ ന്യൂ ഇയർ സർവീസ് നടക്കുകയാണ്. പുതുവത്സര ആരാധന യേശുവിനോടൊപ്പം ആ 12 മണിയാൻ കഴിയുന്ന സമയമുണ്ടല്ലോ, കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ. നിങ്ങൾ എവിടെയാണെങ്കിലും കൊച്ചിയിലേക്ക് കടന്നു വരിക. കൊച്ചിയിലേക്ക് ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെന്ററിൽ പോവുക. അതുമല്ല, നിങ്ങൾ കേരളത്തിലൊന്നുമല്ല, വളരെ ദൂരെയാണെങ്കിൽ മാത്രം ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹാർവസ്റ്റ് ടിവിയിൽ ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. നാളത്തെ ആരാധനയിൽ കർത്താവിന് ഏറ്റവും മധുരതരമായ ആരാധന നൽകണം. അപ്പോൾ തന്നെ ബ്രദർ ഡാമിയൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവത്സര സന്ദേശമാണ് നൽകാനായിട്ട് പോകുന്നത്. ആ സന്ദേശം ഈ ഒരു അടുത്ത് വരാൻ പോകുന്ന വർഷത്തേക്കുള്ള നിങ്ങൾക്കുള്ള ആലോചനയായിരിക്കും. ഗെറ്റ് റെഡി ടു റിസീവ് ദാറ്റ് മെസ്സേജ്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്, തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ തിരുവനന്തപുരത്തേക്കും എത്തിച്ചേരുന്നുണ്ട്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഒരു കീ സ്പോൺസറാണ്. പാറശാലയിൽ നിന്ന് വിനോദ് SI ആണ് ആദ്യത്തെ സ്പോൺസർ. 2021 കർത്താവ് നടത്തിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പാറശാല ബ്ലെസ്സിങ് സെന്ററിൽ കർത്താവ് ധാരാളം ജനങ്ങൾ വരുവാൻ, സഭയിൽ ആത്മീക അന്തരീക്ഷം ഉണ്ടാകുവാൻ, ജനങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ജോലി സ്ഥിരമാകുവാൻ, കടഭാരങ്ങൾ മാറിപ്പോകുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. കർത്താവിന്റെ കൃപ അപ്പോൾ തന്നെ ഈ കുടുംബത്തിന്റെ മേൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വരട്ടെ. ഈ അവസാനത്തെ ദിവസത്തിൽ ഞങ്ങൾ അത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ വർഷത്തിൽ ആ നന്മകൾ എത്തിച്ചേരട്ടെ. കർത്താവെ, വീണ്ടും ഒരു കീ സ്പോൺസറാണ് മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആൻഡ് മെറീനിയാണ്. ഇന്ന് മകൻ അലിൻ ജോണിന്റെ ജന്മദിനമാണ്.
പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ ആലിൻ ജോൺ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകൻ ആലിൻ ജോണിന്റെ മേൽ നൽകിയ ദൈവിക അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മകന്റെ വിദ്യാഭ്യാസവും ഭാവിയും യേശുവിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക സംരക്ഷണവും കർത്താവെ ഈ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ ജോർജിനെയും അതുപോലെ സിസ്റ്റർ മെറീനെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി അപ്പാ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്ന. സമയം ഇച്ചിരി മുന്നോട്ട്, അതിന്റെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമുക്ക് ഈ ഒരാഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള, അപ്പോൾ തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ദി മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഈ ആഴ്ചയിൽ ചിന്തിക്കുന്നത്. ആൻഡ് ഇഫ് യു നോ ദീസ് ട്രൂത്ത്സ്, യു നോ യു വിൽ നെവർ ബാക്ക്സ്ലൈഡ്. You will never stop loving the Lord. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഒരു പിശകും കാണില്ല. ഈ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. ആദ്യ സ്നേഹത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള ഭാഗത്തിലെ കുറേ ഭാഗം നമ്മൾ വായിച്ചു. ഒന്നുകൂടി ഒന്ന് വായിച്ചാലോ? മലയാളം നോക്കുക. Your attitude should be the same as that of Christ Jesus. ക്രിസ്തുയേശുവിലുള്ള അതേ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. എന്താണ് ആ മനോഭാവം? Who being in very nature of God did not consider equality with God something to be grasped. ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിക്കാതെ ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെ ആ ദൈവരൂപം അവൻ വിട്ടു. And but made himself nothing, taking the very nature of a servant, being made in human likeness. എന്നിട്ട് അവൻ ഒന്നുമില്ല, തന്നെത്താൻ ഒഴിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു പാത്രത്തിലെ വെള്ളം മുഴുവൻ ഒഴിച്ചു കളയുന്നതിൽ ഒഴിച്ചു. He emptied himself. നോക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപം ഒന്നും കാണാനില്ല, വെറും മനുഷ്യൻ എന്ന രീതിയിലേക്ക്. ആൻഡ് being found in appearance as a man, ഒരു മനുഷ്യരൂപത്തിൽ അവൻ വെളിപ്പെട്ടു. He humbled himself and became obedient to death. മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. Even death on a cross. അത് പ്രത്യേകിച്ച് പറയുന്നു, even death on a cross. ക്രൂശിലെ മരണത്തോളം. Therefore God exalted him to the highest place. അതുകൊണ്ട് ദൈവം ഏറ്റവും ഉയർത്തി. And gave him the name that is above every name. എല്ലാ നാമത്തെക്കാളും മേലായൊരു നാമം അവൻ നൽകി. That is, at the name of Jesus every knee should bow in heaven and on earth and under the earth. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെയുള്ള അധോലോകത്തിലുള്ള സകലരുടെയും മുഴങ്കാലം മടങ്ങുകയും. And every tongue confess that Jesus Christ is Lord, to the glory of God the Father. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ആ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപറയും. അതുപോലെ ഉയരങ്ങളിലേക്ക് ദൈവം അവനെ കൊണ്ടുപോയി. So this is the perfect picture of humility and exaltation that follows that kind of a humility. ഒരാൾ എത്രത്തോളം താഴാം അത്രത്തോളം. ശരിക്കും if you count the steps and levels, there are 7. 7 പടികളായിട്ടാണ് യേശു കർത്താവ് തന്നെ താഴ്ത്തിയത്. ആൻഡ് അങ്ങനെ താഴ്ത്തിയത് കൊണ്ട് ദൈവം അവനെ 7 പടികൾ ഉയർത്തി കൊണ്ടുവന്നു. ഇവിടെ പറയുന്നത് he took the nature of a servant. വെറും മനുഷ്യൻ, അതിലും തന്നെ താഴേക്ക് എന്ന് വെച്ചാൽ not just becoming a man, but he became a servant. Before becoming a servant of man, he became a servant of God. ദൈവത്തിൻ്റെ തന്നെ ഒരു ദാസനായി അവൻ തീർന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പെസഹ ആചരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് യേശു കർത്താവ് അരയിലൊരു ശീല ചുറ്റി
ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ തുടങ്ങി. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് 4 ലെവലിലുള്ള സെർവൻസാണ് ഉണ്ടായിരുന്നത് ഒരു വീട്ടിൽ, ഒരു വലിയ വീട്ടിൽ. അതിലേറ്റവും ടോപ്പിലുള്ള ആൾക്ക് മാസ്റ്ററുടെ അല്ലെങ്കിൽ യജമാനൻ്റെ ബെഡ്റൂമിൽ വരെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളും ജോലി ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ താഴേക്കുള്ളവർക്ക് പലരും വെളിയിലാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും താഴെ 4ാമത്തെ ലെവലിലുള്ള അവരാണ് മറ്റുള്ളവരുടെ കാലുകൾ കഴുകുക, ചെരുപ്പ് തുടയ്ക്കുക, ചെരുപ്പിൻ്റെ വാറന്ന് ചെരുപ്പിങ്ങനെ കെട്ടിയിട്ടത് തുകലുകൊണ്ടുള്ള ചെരുപ്പാണെങ്കിൽ അതിങ്ങനെ കെട്ടിവെക്കും, അത് അഴിക്കുക. ഇതൊക്കെ ഏറ്റവും താഴേക്കിടയിലുള്ള സെർവൻറ്റിൻ്റെ ജോലിയാണ്. അതാണ് യേശു ചെയ്യുന്നത്, കാല് കഴുകുക എന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ അന്നത്തെ സെർവൻറ്റ് ഹുഡിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വരെ യേശു ഇറങ്ങി. That is his humility. And he served his disciples. He served humanity. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അതുവരെ there were uncounted thousands, myriads of angels waiting upon him. And now he is waiting upon human beings. അത്രത്തോളം അവൻ തന്നെ താഴ്ത്തി കൊണ്ടുവന്നു. പിന്നെ പറയുന്നത്, he became obedient to the worst death on a cross as a criminal. ഒരു മഹാകുറ്റവാളി, ഒരു പെരുംകുറ്റവാളിക്ക് കിട്ടേണ്ട രീതിയിലുള്ള ഒരു ക്രൂശുമരണം. ഒരു സാധാരണ ക്രൂശുമരണം പോലെ പലതരത്തിലാണെന്ന് വധശിക്ഷ നടപ്പാക്കുന്നത്. അതിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും ക്രൂരമായ വധശിക്ഷയുടെ പ്രോസസ്സിലൂടെയാണ് യേശു പോയത്. അന്നത്തെ കാലത്ത് തന്നെ പലതരം കുരിശുകളും പലതരം ക്രൂശീകരണവും ഉണ്ട്. ചിലരുടെയൊക്കെ കൈയും കാലും ഇങ്ങനെ ഇൻഡു പോലെയുള്ള ഒരു വുഡൻ സ്ട്രക്ചറിൽ ക്രോസിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ തൂക്കിയിടുകയുള്ളൂ. ഇതല്ല, തുളച്ച് കൈയും കാലും തുളച്ച് ഒരു 6 മുതൽ 8 ഇഞ്ചോളം വലുപ്പമുള്ള വണ്ണമുള്ള ആണികൾ അടിച്ച് അവനെ തൂക്കിയിട്ടു. സോ ഈവൻ ഒരു ഭാഗത്ത് പറയുന്നത്, നോക്കിയാൽ ഒരു മനുഷ്യരൂപം പോലും ഇല്ലാത്ത രീതിയിൽ ഹി വാസ് ഷാറ്റേഡ്, ഹിസ് ഫിഗർ വാസ് ഷാറ്റേഡ്. അത്രത്തോളം താൻ തന്നെ താഴ്ത്തി. അവിടെ പറയും, താൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഹി വാസ് നോട്ട് ഈവൻ എ ഹ്യൂമൻ ബീങ്, ഹി വാസ് സിൻ. ഹി വാസ് സീൻ എ സിൻ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ അവൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ട് അവൻ പാപമാക്കപ്പെട്ടു. അപ്പം മനുഷ്യനുമല്ല, പാപമാക്കപ്പെട്ടു. അങ്ങനെയുള്ളൊരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ളൊരു പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. It was the Father's will that he should die on the cross, not even his will. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. It was not even his will, but he was obeying the Father's will. Not my will, let thy will be done. അത്രത്തോളം he took it up for us. ഈ പുതുവർഷത്തിൽ പുത്തൻ ആത്മീയ ഉണർവോടും അനുഗ്രഹത്തോടും കൂടെ പ്രവേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഇയർ ആൻഡ് ഫാസ്റ്റിംഗ് ആൻഡ് ക്രോസ് ഓവർ സർവീസ്, വർഷാവസാന ഉപവാസവും പുതുവത്സര ആരാധനയും. ഡിസംബർ 29, 30 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 1 വരെയും വൈകിട്ട് 7 മുതൽ 9 വരെയും 2 സെഷനുകൾ. ഡിസംബർ 31 ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഞായറാരാധനകൾ. അന്നേ ദിവസം രാത്രി 9:30 മുതൽ ആരംഭിക്കുന്ന പുതുവത്സര ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അഭിഷേകത്താൽ നിറഞ്ഞ ഈ 3 ദിനങ്ങളിലും പാസ്റ്റർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം നമുക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്ഥലം ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്, എടപ്പള്ളി, കൊച്ചി. ഈ യേശു കർത്താവ് ഹി സഫേർഡ് റിജക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ റിജക്ഷനിലൂടെ മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഹി സഫേർഡ് ഡിനയൽ, ഹി സഫേർഡ് ഡിനൗൺസ്മെന്റ്, ഹി സഫേർഡ് കഴ്സിങ്, ഹി സഫേർഡ് അബ്യൂസ്, അറസ്റ്റ്, സ്റ്റോണിങ്, ടോർച്ചർ, ട്രയൽ. ഇതിലൂടെ എല്ലാം അവൻ പോയി.
നമുക്ക് ചെറിയ പ്രശ്നങ്ങളിൽ പോലും നമ്മൾ പ്രാർത്ഥനാ വിഷയമായിട്ട് വരിക. പ്രാർത്ഥിക്കണേ ബ്രദറെ, പ്രാർത്ഥിക്കണേ ബ്രദറെ, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, പ്രാർത്ഥനക്കാരെ പ്രാർത്ഥിക്കണേ. ആകെ പ്രശ്നമാണ്. എൻ്റെ ഭർത്താവിനോട് മിണ്ടുന്നില്ല, മതി, തീർന്നു, ജീവിതം പോയി. മക്കൾ വിളിച്ചിട്ട് 4 ദിവസമായി പ്രാർത്ഥിക്കണേ ബ്രദറെ, പ്രാർത്ഥിക്കണേ ബ്രദറെ. അവരാരും കാശ് അയച്ചു തരുന്നില്ല, പ്രാർത്ഥിക്കണേ ബ്രദറെ. അപ്പം നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ എന്താ? ഒന്നുമല്ല, യേശു സഹിച്ച സഹനങ്ങളുമായി താരതമ്യപ്പെടുത്താൽ വി ആർ നോട്ട് സഫറിങ് എനിത്തിങ്. സോ യേശു കർത്താവിനെ വിവസ്ത്രനാക്കി അവനെ ചാട്ട കൊണ്ട് അടിക്കുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പം നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ, പക്ഷേ ദ വെരി പർപ്പസ് ഫോർ വിച്ച് ജീസസ് became a man is a mystery even to many human minds even now. ഇതൊക്കെയാണെങ്കിൽ ഒത്തിരി പേരുടെ മനസ്സിൽ അതില്ല. അടുത്ത ക്രിസ്മസ് വെക്കേഷൻ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം. ഓക്കെ, സോ we are talking about holidays, we are talking about new dress, we are talking about new food, we are talking about new partying, new methods of enjoying life. കർത്താവിൻ്റെ ഫേസ്, ഇറ്റ് വാസ് ഹോറബിൾ. നോക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇറ്റ് വാസ് മാർഡ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്തത് തുടങ്ങിയോട് കർത്താവ് അനുഭവിച്ച ആ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വിവരിക്കാതിരിക്കുക നല്ലത്. ഇറ്റ് വാസ് ദ വേർസ്റ്റ് കൈൻഡ് ഓഫ് ഡെത്ത് എവർ in human history. The worst. കാരണം അന്നത്തെ കാലത്ത് ഈ ക്രൂസിഫിക്ഷൻ തന്നെ, ഈ ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഏറ്റവും വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ക്രിമിനൽസിനാണ് ക്രൂശീകരണം. ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ചില രീതികളൊക്കെയാണ്. അതിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റാണ് ആണിതറച്ചുള്ള ക്രൂശീകരണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല രീതിയിൽ കെട്ടിത്തൂക്കാം. അപ്പോൾ ആ രീതിയിൽ the nail was hammered into that wooden cross. അതിൽ തൂങ്ങിക്കിടക്കുക എന്ന് പറയുന്നത്. അതിനു മുമ്പ് ക്രൂശ് ചുമപ്പിച്ചു, ചാട്ടവാറടി, മനുഷ്യരുടെ പരിഹാസം, എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കുന്നു. ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവൻ മഹാപാപിയായി എണ്ണപ്പെടുന്നു. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ജനവികാരങ്ങൾ ഇങ്ങനെ ഉണരുകയാണ്. ശരിയല്ലേ? നമുക്ക് തന്നെ ഒരു നിരപരാധിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊക്കെ ഭയങ്കര ദേഷ്യം വരും. ഒരു കുറ്റവും ചെയ്യാത്തവനെ ഇങ്ങനെ ചെയ്യാമോ? അത് അനീതി. നമ്മൾ ശബ്ദമുയർത്തും. പക്ഷെ യേശുവിന് വേണ്ടി ആരെങ്കിലും ശബ്ദമുയർത്താറുണ്ടോ? There was nobody. ശിഷ്യന്മാർ പോലും ചിതറിപ്പോയി. ആരുമില്ല. അവന് വേണ്ടി നിൽക്കാൻ ആരുമില്ലായിരുന്നു. അവന് വേണ്ടി ഒരു പ്രതിവാദം ചെയ്യാൻ ആരുമില്ലായിരുന്നു. ചിലരൊക്കെ വ്യർത്ഥമായ അതൊക്കെ പറഞ്ഞതല്ലാതെ ഒരാൾ പോലും ആക്റ്റീവായി അവനെ ഒന്ന് പറഞ്ഞ, ഇല്ല ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ലെന്ന് നട്ടലോട് നിന്ന് വാദിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. നമുക്കൊരു കേസ് നടക്കുമ്പോൾ നമ്മൾ വക്കീലിന് വെച്ച് കാശ് കൊടുത്ത് ഉള്ളതില്ലാത്തൊക്കെ പറയിപ്പിച്ച് എങ്ങനെയും കേസ് ജയിക്കാനുള്ളത്. പക്ഷേ ഇവിടെ ഈ കേസിൽ വാദിക്കാൻ പോലും ആരുമില്ലെന്നേ. അങ്ങനൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലുണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? But he took all our sins and wickedness, transgressions and iniquities. All the dirty sins were accused on him. Oh my Jesus. അങ്ങനെ അവൻ രക്തം വാർന്ന് ഒഴുകി അവസാനം രക്തമില്ലാതായി ആ വൈറ്റ് സിറം പോലുള്ള ആ വെള്ളം പോലുള്ളത് മാത്രം ഒഴുകി അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുക. സോ മരിക്കാൻ വേണ്ടിയാണ് യേശു ജനിച്ചത്. ഒന്നുകൂടി പറയാം, ഹി വാസ് ബോൺ ടു ഡൈ ഫോർ us. യൂട്യൂബിൽ കാണുന്നവർ ലൈവ് ചാറ്റിലൊന്ന് ഇടാമോ? ജീസസ് വാസ് ബോൺ ടു ഡൈ ഫോർ us. നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി യേശു ജനിച്ചു. ടൈപ്പ് ചെയ്തത് ഒത്തിരി പേരോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ്, ജീവൻ നൽകാൻ വേണ്ടിയാണ് അവൻ വന്നത്, അവൻ ജനിച്ചത്. ഞാൻ കേട്ടിരിക്കുന്ന ഇങ്ങനെയുണ്ട്, ആവറേജ് നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു 3.5 ലിറ്റർ ബ്ലഡാണുള്ളത്. 3.5 ലിറ്റർ.
ആ 3.5 ലിറ്ററിൽ ലാസ്റ്റ് ഡ്രോപ്പ് വരെ പുറത്തേക്ക് ഒഴുകി. പിന്നെ ബ്ലഡ് വെസൽസ്, ഹാർട്ടിലോ ബ്ലഡ് വെസൽസിലോ ഒന്നുമില്ല. പിന്നെ ഈ പടയാളി സ്റ്റാബ് ചെയ്യുമ്പോൾ, കുന്തമുന കുത്തിക്കയറ്റുമ്പോൾ പുറത്തേക്ക് ആദ്യം ലാസ്റ്റ് ഉണ്ടായിരുന്നത് കൂടെ വന്ന് പിന്നെ വെള്ളം ഒഴുകുന്നത്. That means every drop in his body, every drop of blood in his body, he shed for us. ഇനി പറയുന്നത്, ഇനി ഫ്രീ ആയിട്ട് പാപമോചനം എല്ലാവർക്കും തന്നിരിക്കും. ലോകം മൊത്തം പോയി പ്രസംഗിച്ചോളാൻ പറഞ്ഞു. പാപമോചനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഫ്രീ, ടോട്ടലി ഫ്രീ, ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള പാപമോചനം. ഇപ്പോഴും ചിലർ വിശ്വസിച്ചിട്ടില്ല. എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു. ഇന്നെങ്കിലും വിശ്വസിക്കണേ, കർത്താവ് ഇത്രയും പങ്കപ്പാട് കഴിച്ചത് എല്ലാ പാപങ്ങളും. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ കണ്ണിലോട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ എല്ലാ പാപങ്ങളും, എന്നിട്ടും വിശ്വസിക്കുന്നില്ല. ഹലോ, നിങ്ങൾ കർത്താവ് ക്ഷമിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന ആ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് യേശു മരിച്ചത്. എല്ലാ പാപങ്ങളും, എല്ലാവരും ഒന്ന് പറഞ്ഞു ഓൾ സിൻസ്. ടൈപ്പ് ചെയ്തേ ലൈവ് ചാറ്റിൽ, ഓൾ സിൻസ്, എല്ലാ പാപങ്ങളും, സകല പാപങ്ങൾക്ക് വേണ്ടി ദൈവകുഞ്ഞാട് യാഗമായി തീരുന്നു. വാവ്! അങ്ങനെ ആ ക്രൂശിൽ, ആ ഹിസ്റ്റോറിക് ഈവൻറ്റിൽ നമ്മൾ കാണുന്നത് ലവ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്, സ്നേഹത്തിൻ്റെ പാരമ്യം, പേഷ്യൻസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്, ക്ഷമിക്കുന്നതിൻ്റെ ഫോർഗീവ്നെസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്, കൈൻഡ്നെസ് at its best, goodness at its best, faithfulness at its best, gentleness, self-control, all kinds of goodness at its best was displayed on the cross. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം വീണ്ടും പറയാം. Man did his worst on the cross, but God did his best on the cross. മനുഷ്യൻ തങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും മോശമായത് ക്രൂശിൽ ചെയ്തപ്പോൾ ദൈവം, കർത്താവ് യേശു ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി ചെയ്തു. ദാറ്റ് ഈസ് ദ ഡിവൈൻ എക്സ്ചേഞ്ച് ഓൺ ദ ക്രോസ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഇത്രയും ചെയ്തിട്ട് അടുത്ത ഒരു പടി കൂടി കർത്താവ് ഇറങ്ങി. അതാണ് ഹി വെന്റ് ടു ദ നെതർ വേൾഡ്. അവൻ അധോലോകത്തിലേക്ക് കൂടെ ഇറങ്ങി. എന്ന് വെച്ചാൽ മരിച്ചവരുടെ ആത്മാക്കൾ പോകുന്ന അധോലോകത്തിലേക്ക് വരെ കർത്താവ് ഇറങ്ങി, നെതർ വേൾഡിലേക്ക് ഇറങ്ങി. അങ്ങനെ ഓരോ പടിയായി ഏകദേശം 7 പടിയോളം കർത്താവ് തന്നെ താൻ ഒഴിച്ചു താഴ്ത്തി പാതാളത്തിൽ വരെ ഇറങ്ങി. ഇനി അതിനപ്പുറത്ത് എന്താണ് യേശു ചെയ്യാനുള്ളത്? ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം തീർന്നു, everything is done. So we are believing in the finished work of Christ. അവൻ ചെയ്ത് പൂർത്തിയാക്കി, അതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എവറിത്തിങ് ഈസ് ഡൺ. ഇനി വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ മാത്രം മതി. എല്ലാവരും ഒന്ന് പറഞ്ഞ വിശ്വസിച്ചാൽ മാത്രം മതി. ടൈപ്പ് ചെയ്തിട്ട് വിശ്വസിച്ചാൽ മാത്രം മതി. ഇനി വിശ്വസിച്ചാൽ മാത്രം മതി, ചുമ്മാ വിശ്വസിച്ചാൽ മാത്രം മതി. യേശു ചെയ്തതിൽ വിശ്വസിച്ചാൽ മതി. കർത്താവ് ചെയ്തതിൽ ഇനി വിശ്വസിച്ചാൽ മാത്രം. ഇറ്റ് ഈസ് ദാറ്റ് സിമ്പിൾ. ദ ഗോസ്പൽ ഈസ് ദാറ്റ് സിമ്പിൾ. ഈ യേശു വഴിയാണെന്ന് പറയുമ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലെന്നേ, വളവും തിരിവും ഒന്നുമില്ല. ഇറ്റ് ഈസ് സ്ട്രൈറ്റ്. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഇനി അതിൽ വിശ്വസിക്കുക, നിത്യജീവൻ സ്വന്തം. ഇനിയുള്ള കാലം ഈ യേശുവിന് വേണ്ടി ജീവിക്കുക, അത് മസ്റ്റാണ്. അത് വിശ്വസിച്ചിട്ട് തോന്നിയ വഴിക്ക് പോകാനല്ല പറയുന്നത്. ജ്ഞാനികളുടെ കാര്യം പറഞ്ഞാലോ നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയത്. അവർ യേശുവിനെ കണ്ട ശേഷം വേറെ വഴിയായി പോയി. കർത്താവ് തന്നെ സ്വപ്നത്തിൽ പറഞ്ഞു, ഇനി പഴയ വഴി പോകരുത്, വേറെ വഴിക്ക് പോക്കും. പഴയ വഴിയിൽ പോയാൽ മരണം കാത്തിരിക്കുക. ഹെരോദാവ് തട്ടിക്കളയും. ഹെരോദാവ് എല്ലാവരും കൊല്ലുന്നവനാണ്. ഈ ക്രൂരനായ ഹെരോദാവ് പറഞ്ഞല്ലോ, ഭാര്യയെ കൊന്നു, മക്കളിൽ പലരെയും കൊന്നു, രാജസ്ഥാനത്തിന് വേണ്ടി കൊതിക്കുന്ന ആരെല്ലാം, അല്ലെങ്കിൽ നോട്ടമിടാൻ സാധ്യതയുള്ളവരെല്ലാം കൊന്നു. മരിക്കുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഉത്തരവിട്ടു, ആ ജെറുസലേമിലുള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള എല്ലാ യഹൂദന്മാരെയും പിടിച്ച് ജയിലിടാൻ പറഞ്ഞു. കാരണം താൻ മരിക്കുമ്പോൾ ഒരാൾ പോലും കരയാനുണ്ട്. ഭാര്യയില്ല, മക്കളൊക്കെ പോയി, ക്രൂരനായിരുന്നുണ്ട്, ആരും കരയില്ല. പക്ഷെ ഒരു കരച്ചിൽ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് താൻ മരിക്കുന്ന അതേ സമയം, മരിച്ചാൽ അതേ സമയം തന്നെ ഈ ജയിലിൽ പിടിച്ചിരിക്കുന്ന ക്രീം ഓഫ് ദ സൊസൈറ്റി മൊത്തം കൊന്നേക്കാൻ പറഞ്ഞു.
അവരെ മൊത്തം കൊന്നു. അങ്ങനെ അവിടെ ഒരു കരച്ചിലുണ്ടാക്കി, വിലാപം ഉണ്ടാക്കി. അത്രയ്ക്ക് ക്രൂരനായിരുന്നു ഹെരോദാവ്. ആ രാജവാഴ്ചയിലാണ് യേശു പിറന്നത്. ആ 33 വർഷം ഇവിടെ ജീവിച്ച് കർത്താവ് നമുക്ക് ഇതെല്ലാം ചെയ്യും. ഏത് പ്രതികൂലത്തിലും ജീവിക്കാനുള്ള കൃപ കർത്താവ് തരും. ഒരു സാക്ഷ്യം വായിക്കുക, ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യൗവന കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി തനിക്ക് സ്വഭാവ ദൂഷ്യങ്ങൾ തനിക്കുണ്ടായിരുന്നു. മാത്രമല്ല തനിക്ക് എപ്പോഴും തൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എപ്പോഴും അമ്മയോടും അപ്പനോടൊക്കെ വഴക്കിടും. എപ്പോഴും ഭയങ്കരമായി തന്നെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കും. തനിക്ക് മാനസികമായി വല്ലാതൊരു പിരിമുറുക്കമായിരുന്നു. വളരെ വർഷങ്ങൾ തനിക്കതുണ്ടായിരുന്നു എന്ന് താൻ പറയുന്നു. മാത്രമല്ല തനിക്ക് എപ്പോൾ കൂടെ തൻ്റെ ശരീരത്തേക്ക് ഒരു ബാധ വരുമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ തനിക്ക് താൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് പോലും അറിയാത്ത രീതിയിൽ വല്ലാത്തൊരു പ്രയാസത്തിൽ ഏകദേശം ഒത്തിരി വർഷങ്ങൾ താൻ കടന്നുപോയെന്നാണ് താൻ പറയുന്നത്. അങ്ങനെ തനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ലായിരുന്നു. തൻ്റെ അപ്പനും അമ്മയും താൻ വെറുത്തിരുന്നു. മറ്റെല്ലാവരും തന്നെ വെറുത്തൊരു മട്ടിലായിരുന്നു. കാരണം തൻ്റെ ഈ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ കാരണം ഒത്തിരി പേർ താൻ പുറത്തിറങ്ങില്ല, വീട്ടിലെപ്പോഴും റൂം അടച്ചിരിക്കും. തൻ്റെ വിദ്യാഭ്യാസം ആകെ താഴത്തേക്ക് പോയി. താൻ ആകെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് തൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി വഴി ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ആലപ്പുഴയിൽ താൻ പങ്കെടുക്കുന്നത്. തുടർന്ന് താൻ അവിടെ വന്നു ബ്ലെസ്സിങ് സെൻറ്ററിലും തുടർന്ന് ആലപ്പുഴ ബ്ലെസ്സിങ് സെൻറ്ററിലും താൻ വന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ നമ്മുടെ അടുത്ത് നടക്കുന്ന എല്ലാ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും താൻ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. താൻ പറയുന്നത് അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം തുടങ്ങിയെന്നാണ് താൻ പറയുന്നത്. അതിനുശേഷം താൻ 2013 തന്നെ ഒരു ന്യൂ ഇയർ ആരാധന, അതിനുശേഷമുള്ള ഞായറാഴ്ചയിൽ താൻ ആലപ്പുഴ ബ്ലെസ്സിങ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ തനിക്ക് നമ്മുടെ ന്യൂ ഇയറിന് നമ്മളൊരു വാഗ്ദത്ത വചനം കൊടുക്കുമായിരുന്നു. ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള വാഗ്ദത്ത വചനം തനിക്ക് കിട്ടിയിട്ടുണ്ട്. വാഗ്ദത്ത വചനം തനിക്ക് ആ വാഗ്ദത്ത വചനം കിട്ടി. താൻ ആ രാത്രിയിൽ താൻ പിറ്റേ ദിവസം രാത്രി ആ വചനം എടുത്ത് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ റൂമിനകത്തേക്ക് പോയി താൻ ആ വചനം എടുത്ത് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വലിയൊരു ജാതിയാക്കി മാറ്റും, നിന്റെ മുമ്പായി നടന്ന് നിന്റെ ദുർഘടങ്ങളെല്ലാം നീക്കുമെന്ന് പറഞ്ഞ് താൻ ആ രാത്രിയിൽ മുട്ടുമേൽ നിന്ന് തൻ്റെ റൂമിലിരുന്ന് കരഞ്ഞ് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ളൊരു വചനം ഭാഗമാണ്. പെട്ടെന്നൊരു മയക്കം പോലെ വന്നിട്ട് ഞാൻ കിടന്നപ്പം ഒരു വെള്ള വസ്ത്രധാരി, മുഖത്ത് മുതൽ പ്രകാശപൂരിത റൂമിനകത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്റെ തലക്കീഴി വന്നിരുന്ന് തലയിൽ വെള്ളം തെളിച്ചിട്ട് പറഞ്ഞു, നിന്നിലുള്ളതിനെ ഞാൻ കൊണ്ടുപോവുകയാണ്. കണ്ട് എന്റെ ദേഹത്തു നിന്ന് കറുത്ത രൂപം ഇറങ്ങിപ്പോയത് അന്ന് രാത്രി കണ്ടു. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം ആ രാത്രിയിൽ താൻ എഴുന്നേറ്റിട്ട് പുതിയൊരു വ്യക്തിയായി താൻ എഴുന്നേറ്റത്. താൻ ഓടിച്ചെന്ന് രാവിലെ തന്നെ അപ്പൻ്റെയും അമ്മയുടെയും കാലെ വീണിട്ട് അവരോട് മാപ്പ് പറഞ്ഞു. താൻ പറയുന്നത് അതിനുശേഷം തനിക്ക് ഒത്തിരി മാറ്റങ്ങളാണ് തനിക്കുണ്ടായത്. താൻ ദൈവസ്നേഹം അനുഭവിക്കാൻ തുടങ്ങി. തൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ തുടങ്ങി. താൻ പിന്നെ എല്ലാ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും താൻ മുടങ്ങാതെ പങ്കെടുക്കുവാൻ തുടങ്ങി. തനിക്ക് പ്രാർത്ഥനയിൽ തന്നെ മുന്നേറാൻ തുടങ്ങി. താൻ പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന ബാധ പിന്നെ തന്നെ ഇതുവരെ തന്നെ ബാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കൈകൾ രണ്ടും തനിക്ക് പൂർണ്ണമായി ആ ഒരു സൗഖ്യം തൻ്റെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. തന്നെ എന്തോ കെട്ടിവച്ചിരിക്കുന്നത് പോലെയായിരുന്നു വർഷങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ആ രാത്രിയിലെ പ്രാർത്ഥനയിൽ യേശു കർത്താവ് തനിക്ക് പ്രത്യക്ഷനായി തന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം തനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം തനിക്ക് വന്നിട്ടില്ല എന്നാണ് താൻ പറയുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങളെ വീണ്ടും അനുഗ്രഹിക്കുന്നു. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിൽ സമാധാനം ഇപ്പോൾ വന്ന് നിറയട്ടെ. സ്വസ്ഥതയില്ലാത്ത ഹൃദയങ്ങളിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. ലിവറിനോട് ബന്ധപ്പെട്ട, കിഡ്നികളോട് ബന്ധപ്പെട്ട രോഗങ്ങൾ, യൂട്രസിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ എല്ലാം സൗഖ്യമാകട്ടെ. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഏത് രോഗമാണെങ്കിലും കൈനീട്ടി പിടിക്കാം യേശുവിൻ്റെ നാമത്തിൽ. സകല രോഗങ്ങളും കർത്താവെ സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച അടുത്ത മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിൽ കാണാം. നാളത്തെ സൺഡേ സർവീസിൽ ദയവായി എല്ലാവരും ഏതെങ്കിലും അടുത്തുള്ള ഒരു ബ്ലെസ്സിംഗ് ചർച്ചിൽ വരിക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.